നമുക്ക് മറ്റൊരാൾക്ക് സേവനമോ ഉൽപ്പന്നമോ കൊടുത്താൽ പിടിച്ചോട്ടാന്ന് പറഞ്ഞ് തിരിച്ചു. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇത്രയും നാളായിട്ടും 5 ലക്ഷം രൂപ മാസം അങ്ങനെ ഉണ്ടാക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടാകും? 5 ലക്ഷം രൂപ ഇങ്ങനെ പറയണത്, നിങ്ങൾക്ക് സമ്പന്നനാകണമെങ്കിൽ പ്രതിമാസം 10 ലക്ഷം രൂപ ഉണ്ടാകണം. പ്രതിമാസം 10 ലക്ഷം രൂപ ഏൺ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമ്പന്നനാകാൻ സാധിക്കൂ. ഇനി നിങ്ങൾക്ക് അത്യാവശ്യം സ്വപ്നങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഫുൾഫിൽ ചെയ്ത് പോകണമെങ്കിൽ പ്രതിമാസം 3,33,333 രൂപയെങ്കിലും ഉണ്ടാക്കണം, ഏൺ ചെയ്യണം. ദാറ്റ് മീൻസ് പ്രതിവർഷം 40 ലക്ഷം രൂപ. പ്രതിമാസം എത്ര വേണം? ഒന്ന് തട്ടിമുട്ടി നല്ല രീതിയിൽ ജീവിച്ചാൽ എത്ര വേണം? എല്ലാ ചെലവും കഴിച്ച് എന്താണ് എല്ലാ ചെലവും കൂടി 3,33,332. ഇപ്പൊ എത്രയുണ്ട്? പ്രശ്നമാണെന്ന് മനസ്സിലായ? നമുക്ക് വേണ്ടത് വക്കീലെ 3,33,330 രൂപ. എത്ര ഷോർട്ട് ഉണ്ട്? 3 ലക്ഷം. 3 ലക്ഷത്തിന് ഷോർട്ടേ ഉള്ളൂ, അതിനൊന്നുമില്ല. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേർക്ക് എത്ര ഷോർട്ട് ഉള്ളൂ? ചില്ലറ അല്ലെ? അപ്പൊ എന്തുകൊണ്ട് ആ ഷോർട്ട് ഉണ്ടായി? നമ്മുടെ കയ്യിൽ കൊടുക്കാനായിട്ട് ഉൽപ്പന്നമോ ഇല്ല, സേവനമോ ഇല്ല. റൈറ്റ്? ശരിയാണോ? ഇപ്പോ മേഡം വക്കീലാണ്, പക്ഷെ എന്ത് വേണം? പേരും പ്രശസ്തിയുള്ള വക്കീലായിട്ട് മാറുമ്പോ ഒരു സിറ്റിങ്ങിന് 5 ലക്ഷം മേടിക്കണം. എങ്ങനെയുണ്ട്? വേണ്ടേ? അങ്ങനത്തെ ആ രീതിയിൽ പൊസിഷൻ ചെയ്യണം നമ്മൾ. അതാ പൊസിഷൻ അല്ലെ? നമ്മൾ ബ്രാൻഡായിട്ട് മാറണം അല്ലെ? പേരും പെരുമയുള്ള. ഇപ്പൊ ഞങ്ങൾ പറയുന്നു തൃശ്ശൂര് അല്ലെ? തൃശ്ശൂരല്ലേ? എവിടെ? ഞങ്ങള് പറയാറുണ്ട് 5 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഡേഷ് വക്കീലുണ്ടെങ്കിൽ ആര് വേണമെങ്കിലും കൊല്ലാമോ പറയുന്നത്. വക്കീലിന്റെ പേര് ഞാൻ പറയുന്നില്ല, തൃശ്ശൂരിന്റെ ഫേമസ് വക്കീല. കയ്യിൽ 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഡേഷ് വക്കീലും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാം. കാരണം വക്കീൽ ജയിച്ച്. അതാണ് സെറ്റിംഗ് അല്ലെ? പറഞ്ഞു അത്തരത്തിൽ പേര്. അപ്പൊ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? നമുക്ക് എന്തില്ല? നമ്മുടെ കയ്യില് 3 ലക്ഷം കിട്ടുന്ന കാര്യമല്ല, കൊടുക്കാൻ സാധനം കയ്യിലില്ല. എന്താ പ്രശ്നം? എന്തില്ല? 3 ലക്ഷത്തിനുള്ള സാധനം കയ്യിലില്ല. അപ്പൊ ഒരു കാര്യം, ഇന്നിവിടെ ഹോളിലേക്ക് കയറുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തില്ല? സാധനം കയ്യിലില്ല. പക്ഷെ തിരിച്ചു പോകുമ്പോഴോ സാധനം കയ്യിലില്ല. ഓക്കെ, റെഡി? അപ്പൊ ഇപ്പൊ എന്തില്ല കയ്യില്? പോകുന്നുണ്ടാവും, സാധനം കയ്യിലുണ്ടാവും. ഓക്കെ, പഠിക്കാനും ശ്രദ്ധിച്ചിരിക്കണം. കാരണം അരമണിക്കൂർ കൂടെ ഉള്ളൂ. ശ്രദ്ധിച്ചിരുന്ന സാധനമായിട്ട് തിരിച്ചു പോകും, ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിലോ വന്ന പോലെ തിരിച്ചു പോകും. അപ്പൊ ഒരു ദിവസം വേസ്റ്റ് ആവില്ലേ? വെറുതെ കളയണം.